അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രന്മാരെല്ലാം എഴുതി വച്ചിട്ടുണ്ടോ, ചരിത്രന്മാരെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടോ, അവരെല്ലാവരും ഒരുപോലെ എഴുതി വെച്ച ചില വരികൾ കാണാം. അഥവാ കാന അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു യഗ്സിലു സിയാബൽ മജ്ദൂമീൻ വയഹ്മിലു ലഹുമുത് ത്വആം വയഅകുലു മഅഹും വയസ്അലുഹുമുദ് ദുആ വയമുദ്ദു സിമാത സബാഹൻ വമസാഅൻ ലിമുരീദി വഹും 16,000 വയഊദുൽ മരീദ വലൗ കാന അലാ ബുഅദിൻ വയന്തളിറുൽ ഉമ്യാന ഹത്താ ഇദാ ജാഊ യഅഖുദു ബിഐദിഹിം വയഖൂദുഹും വയജ്മഉൽ ഹതബാ വയഹ്മിലുഹു അലാ റഅസിഹി വയുഫർരിഖുഹു അലൽ അറാമിലി വൽ മസാകീൻ. ആരോഗ്യത്തിന്റെയും ആയുസ്സിന്റെയും മഹിതമായ ജീവിതത്തിന്റെയും വലിയ ഗാംഭീര്യം ഉണർത്തുന്ന രണ്ട് മഹാവാക്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നന്നായി കൈകാര്യം ചെയ്ത മഹാന്മാർ എഴുതി വെച്ച വരികളാണിത്. കാന അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു യഗ്സിലു സിയാബൽ മജ്ദൂമീൻ. അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഇഷ്ട ഹോബി എന്താണ്? വീട് വീടാന്തരം കയറിയിറങ്ങി കുഷ്ഠരോഗം ബാധിച്ച ആളുകൾ ആരുണ്ട് അവരെ കണ്ടെത്തി അവരുടെ വസ്ത്രങ്ങളെല്ലാം, അവരുടെ ചീഞ്ചലങ്ങളും രക്തങ്ങളും പറ്റിപ്പിടിച്ച വസ്ത്രങ്ങളെല്ലാം വാങ്ങി അത് നന്നായി വാഷ് ചെയ്ത് ശുദ്ധീകരിച്ച് നന്നായി തേച്ച് മിനുക്കി അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഇഷ്ടഹോബി തീർന്നില്ല. വയഹ്മിലു ലഹുമുത് ത്വആം. ആ രോഗികൾക്ക് വേണ്ട, പാവപ്പെട്ടവർക്ക് വേണ്ട, വിധവകൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ സ്വന്തം തലയിൽ ചുമന്നുകൊണ്ട് പോയി ആ വീടുകളിലേക്ക് എത്തിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു. തീർന്നില്ല. അദ്ദേഹം വയഅകുലു മഅഹും. പാവപ്പെട്ടവരോടൊപ്പം, തൊഴിലാളികളോടൊപ്പം, ദരിദ്രരോടൊപ്പം, ഒന്നിനും ജീവിക്കാൻ വകയില്ലാത്തവരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ജീവിതത്തിലെ ആനന്ദ മുഹൂർത്തമായി കാണുന്നവരായിരുന്നു അഹ്മദ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല. വയസ്അലുഹുമുദ് ദുആ. എല്ലാം കഴിഞ്ഞ് അവരുടെ അരികിൽ നിന്ന് പോരുമ്പോൾ അവരോട് ആവശ്യപ്പെടുന്നത് വയസ്അലുഹുമുദ് ദുആ. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങളിൽ നിന്ന് ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. വയമുദ്ദു സിമാത സബാഹൻ വമസാഅൻ ലിമുരീദി വഹും 16,000. ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും 16,000 ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുമായിരുന്നു അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും 16,000 ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്ന, ഭക്ഷണം വിതരണം ചെയ്യാൻ വലിയ താല്പര്യം കാണിച്ചത് നടപ്പിൽ വരുത്തിയ മഹാൻ. തീർന്നില്ല. വയഊദുൽ മരീദ വലൗ കാന അലാ ബുഅദ്. രോഗം ബാധിച്ച ആളുകൾ എത്ര ദൂരെയാണെങ്കിലും കാതങ്ങൾ താണ്ടി ആ രോഗം ബാധിച്ചവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ട സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ, ആശ്വാസത്തിന്റെ, ഔഷധ ഗുണങ്ങളുടെ കരസ്പർശങ്ങളുമായി അവരുടെ വീടുകളിൽ എത്തിച്ചേരും. അവർക്ക് വേണ്ട സമാധാനങ്ങൾ നൽകും, അവർക്ക് വേണ്ട ആശ്വാസവാക്കുകൾ പങ്കുവെക്കുമായിരുന്നു. വയന്തദിറുൽ ഉമ്യാന ഹത്താ ഇദാ ജാഊ യഅഖുദു ബിഐദിഹിം. അന്ധരായ ആളുകളെ, കണ്ണുകാണാത്ത ആളുകളെ റോഡുകളിൽ, വഴിയോരങ്ങളിൽ കാത്തിരിക്കും. അവരെ കണ്ടാൽ ഓടിച്ചെന്ന് അവരുടെ കരങ്ങൾ പിടിച്ച് ആ അന്ധരായ ആളുകളെ ഏതൊരു ലക്ഷ്യസ്ഥാനത്തേക്കാണോ എത്തിക്കേണ്ടത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിക്കുമായിരുന്നു. വയഖൂദും. അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുമായിരുന്നു. വയജ്മഉൽ ഹതബാ വയഹ്മിലുഹു അലാ റഅസിഹി വയുഫർരിഖു അലൽ അറാമിലി വൽ മസാകീൻ. കാനനങ്ങളിലേക്ക്, കാടുകളിലേക്ക് ചെന്ന് വിറകുകൾ ശേഖരിച്ച് സ്വന്തം ചുമലിലേറ്റി, ശിരസിലേറ്റി വഹിച്ചു കൊണ്ടുവന്ന് ഉമ്മു ഉബൈദ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അവിടെയും ഇവിടെയും ജീവിക്കുന്ന വിധവകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ കാനനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത വിറകുകൾ എത്രയും അദ്ദേഹം വിതരണം ചെയ്യുമായിരുന്നു. ആര്? ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ തംബീഹി എന്ന ഇമ്രാനി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം പരിപൂർണമായി
പൂർണ്ണമായി മനപ്പാടമാക്കിയ ആ കാലഘട്ടത്തിൽ ഹിജ്രി കലണ്ടർ പ്രകാരം 6-ാം നൂറ്റാണ്ടിലെ പ്രഗൽഭ പണ്ഡിതനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സ്വന്തം ആരോഗ്യത്തെ, ആയുസ്സിനെ സമൂഹത്തിന് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ച കാഴ്ചയാണ് ഈ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ മനുഷ്യന്റെ നാമധേയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ട്രസ്റ്റ്, അതിന്റെ കീഴിലുള്ള നാനാതരം കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംരംഭങ്ങളും ആ ഓരോ കാര്യങ്ങളും വലിയ വിജയത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു കേട്ട് സ്വന്തം ജീവിതത്തിലേക്കാണ് നോക്കേണ്ടത്. നമ്മുടെ ശ്രദ്ധ നമ്മുടെ വീട് മാത്രമാണ്, നമ്മുടെ ശ്രദ്ധ നമ്മുടെ വയറ് മാത്രമാണ്, നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരം മാത്രമാണ്, നമ്മുടെ ശ്രദ്ധയോ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇങ്ങനെ വീട്ടിന്റെ അകത്തളത്തിൽ മാത്രം ചുരുങ്ങിയൊതുങ്ങിപ്പോയി നമ്മുടെ ശ്രദ്ധ. അള്ളാഹുവിന്റെ മഹാന്മാർ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അവരുടെ വീട്ടകങ്ങളിലും അവരുടെ ഓരോ കാര്യങ്ങളിലും, അവരുടെ വീട്ടകങ്ങളിലും അവരുടെ എല്ലാ വിഷയങ്ങളിലും എല്ലാത്തിലും സഹകരിക്കുന്ന, അതിലെല്ലാം സഹകരിച്ച് മുന്നോട്ട് നീങ്ങുന്ന പ്രകൃതമായിരുന്നു അള്ളാഹുവിന്റെ മഹാന്മാർ. സ്വാർത്ഥതയുടെ ദുർഗന്ധം വമിക്കുന്നവരായിരുന്നില്ല, മറിച്ച് വിശാലമായ മനസ്സിന്റെ ഉടമകളായിരുന്നു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ മതമുള്ളവർക്കും ഈ വാക്ക് കേൾക്കാം, മതമില്ലാത്തവർക്കും ഈ വാക്ക് കേൾക്കാം. കാരണം ഔലിയാഇന്റെ മഹിതമായ ജീവിതം അനുസ്മരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ മതമില്ല, ഇസ്ലാം മതത്തിൽ പെടാത്ത ഒരാൾ നന്നായി തന്റെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരുന്നു. ജസ്റ്റിസ് മാർക്കണ്ഡയെ കടിച്ചു, ജസ്റ്റിസ് മാർക്കണ്ഡയെ കടിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എത്താനും ചില വരികൾ കുറിച്ചിട്ടു. എന്തായിരുന്നു കുറിച്ചിട്ടത്? ജസ്റ്റിസ് മാർക്കണ്ഡയെ കടിച്ചുവിന് എല്ലാവർക്കും അറിയാം. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി വർക്ക് ചെയ്തിരുന്നു, സുപ്രീം കോർട്ടിന്റെ അഭിഭാഷകനായി സേവനം ചെയ്തിരുന്നു. ആ ജസ്റ്റിസ് മാർക്കണ്ഡയെ കടിച്ചു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വരികൾ ഇതാണ്: രണ്ടു തരം ഇസ്ലാമുണ്ട്. ഒരു ഇസ്ലാം ഭീകരമാണ്, തീവ്രമാണ്, വർഗീയമാണ്, മരവിച്ചതാണ്, സൗഹൃദമില്ല, മാനവികതയുടെ മധുരമില്ല. അത് നവീനവാദികളുടെ അവാന്തര വിഭാഗങ്ങളുടെ ഇസ്ലാമാണ്. അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള കാര്യങ്ങളാണ്. രണ്ടാമതൊരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാം വിശാലമാണ്, ആ ഇസ്ലാം സൗന്ദര്യമുള്ളതാണ്. സഹകരണശീല മനോഭാവത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാന്ത്വനത്തിന്റെയും സമാശ്വാസത്തിന്റെയും 1000 മധുരം നിറഞ്ഞ മഹാവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന, സന്ദേശം ഉൾക്കൊള്ളുന്ന ഇസ്ലാം. അത് സൂഫിയാക്കളുടെ ഔലിയാഇന്റെ ഇസ്ലാമാണ്. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്താൻ ആ ഔലിയാഇന്റെ ഇസ്ലാം ജീവിതം നന്നായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആരുടെ വാക്കാണിത്? ജസ്റ്റിസ് മാർക്കണ്ഡയെ കടിച്ചു എന്ന ഇസ്ലാം മതത്തിന് പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഔലിയാഇന്റെ ജീവിതം വിലയിരുത്തിയപ്പോൾ അവരുടെ മനസ്സ് വളരെ വിശാലമാണെന്നും അവരുടെ ജീവിതം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നുമുള്ള മഹിതമായ വരികൾ കുറിച്ചിട്ടു. സഹോദരന്മാരെ, അതുകൊണ്ട് ഔലിയാഇനെ കേൾക്കുമ്പോൾ, ഔലിയാഇന്റെ ജീവിതം ശ്രവിക്കുമ്പോൾ എനിക്കും അതുപോലെ ജീവിക്കണം, കാരുണ്യ പ്രവർത്തനം ചെയ്യണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്കും കടന്നു വരും. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തന്റെ മുരീദുമാരുമായി, മഹബൂബിങ്ങളുമായി, ശിഷ്യഗണങ്ങളുമായി, പരിചയക്കാരുമായി മിക്കവാറും സന്ദർഭങ്ങളിൽ പങ്കുവച്ചിരുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് അറിയപ്പെടുന്നത് തന്നെ ഹദീസുർ റഹ്മ എന്ന പേരിലാണ്. അൽ ഹദീസുൽ മുസൽസലു ബിൽ അവ്വലിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണത്. സുൽത്താനുൽ ഉലമാ ശൈഖുന ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകൾ ഓരോ ശവ്വാൽ മാസത്തിലും സ്വഹീഹുൽ ബുഖാരി ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി മക്കൾക്ക് കേൾപ്പിക്കാറുള്ള, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഹദീസ് ഹദീസുർ റഹ്മ അൽ ഹദീസുൽ മുസൽസലു ബിൽ അവ്വലിയ്യ. ആ ഹദീസാണ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തന്റെ മഹബൂബിങ്ങൾക്ക്, തന്റെ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഏതാണ് ഹദീസ്? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ.
ഹദീസ് മനപ്പാഠമാക്കിക്കോളൂ. യാസീൻ ഫാദാനി റളിയല്ലാഹു അൻഹുവിലൂടെ ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾക്ക് പരമ്പര മുറിയാതെ ഇജാസത്തായി ലഭിച്ച ഹദീസും കൂടിയാണത്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ കാരുണ്യ പ്രവർത്തകരാണോ? ആരാന്റെ വേദനകൾ മനസ്സിലാക്കുന്നവരാണോ? ആരാന്റെ കണ്ണുനീരിന്റെ വാല്യൂ ഗ്രഹിച്ചെടുക്കുന്നവരാണോ? ആരാന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് റഹ്മത്തുണ്ടാകും. ഭൂമി നിവാസികളുടെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ആരോഗ്യത്തെയും ആയുസ്സിനെയും ചെലവഴിച്ചാൽ വാനനിവാസികൾ നിങ്ങൾക്ക് വേണ്ടി കാരുണ്യത്തെ ചോദിക്കുന്നതാണ്. ഈ അത്യുന്നതമായ ആശയം വഹിക്കുന്ന ഹദീസ് അഹ്മദ് റളിയല്ലാഹു അൻഹു മഹബൂബീങ്ങളുമായി പങ്കുവെക്കുന്നു. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ജീവിതം പറയുന്നതിന്റെ പേരിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം ഗ്രഹിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഓരോ മഹാന്മാരിലേക്കും ചേർത്ത് ചില ത്വരീഖത്തുകൾ പറയാറുണ്ട്. ജീലാനി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുകൊണ്ട് ഖാദിരിയ ത്വരീഖത്ത് എന്നും, അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുകൊണ്ട് റിഫാഇയ്യ ത്വരീഖത്ത് എന്നും, ഷാദുലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുകൊണ്ട് ഷാദുലി ത്വരീഖത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ മതമല്ല, അതൊരു പുതിയ ചിന്തയല്ല, അതൊരു പുതിയ പ്രസ്ഥാനവുമല്ല. മറിച്ച് ഇസ്ലാമികമായ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം കൊണ്ട് പരിചയപ്പെടുത്തിയതിനെ പ്രയോഗിച്ചു കാണിക്കുന്ന മഹാന്മാരുടെ ജീവിത പശ്ചാത്തലങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ ത്വരീഖത്തുകളും. ഉദാഹരണത്തിന് വേണ്ടി കേൾപ്പിക്കട്ടെ. ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്താണല്ലോ ഖാദിരിയ ത്വരീഖത്ത്. ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ ഗുനിയത്തു ത്വാലിബീൻ എന്ന കിതാബിൽ 7 ആയത്തുകൾ ഓതി വിശദീകരിക്കുന്നുണ്ട്. ഈ 7 ആയത്തിന്റെ ഉള്ളടക്കമാണ് എന്റെ ആത്മീയ സരണിയുടെ കവാടം അകക്കാമ്പ്. ജീലാനി റളിയല്ലാഹു അൻഹു 7 ആയത്ത് ഓതിയതവാ വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ. രണ്ടാമത്തേത് വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. മൂന്നാമത്തേത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നാലാമത്തേത് ലഇൻ ശകർതും ലഅസീദന്നകും. അഞ്ചാമത്തേത് യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ആറാമത്തേത് റളിയല്ലാഹു അൻഹും വറളൂ. ഏഴാമത്തേത് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ശൈഖുനാ ജീലാനി റളിയല്ലാഹു അൻഹു 7 ആയത്തുകൾ ഓതി. എന്നിട്ട് ഈ 7 ആയത്തിന്റെ ഉള്ളടക്കമാണ് അതിന്റെ അകക്കാമ്പാട് എന്റെ ആത്മീയമായ സരണിയുടെ കവാടം എന്ന് വിശദീകരിച്ചു. അഥവാ ഖുർആൻ അല്ലാത്തതല്ല അവരുടെ ജീവിതം. ഖുർആനിന്റെ പ്രയോഗവൽക്കരണമാണ്, ഹദീസിന്റെ പ്രയോഗവൽക്കരണമാണ് അവരുടെ മഹിതമായ സരണി എന്ന് ചുരുക്കം. ഒന്നാമത്തെ ആയത്തിന്റെ അകക്കാമ്പെന്താ? വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ. ശരീരത്തിന്റെ ഇച്ഛകളോടുള്ള, ശരീരത്തിന്റെ മോഹങ്ങളോടുള്ള, ശരീരത്തിന്റെ കേവലമായ താല്പര്യങ്ങളോടുള്ള നിരന്തരമായ സന്ധിയില്ലാ പോരാട്ടമാണ്, നിരന്തരമായ പോരാട്ടമാണ്. നമ്മുടെ ശരീരത്തിന് ധാരാളം പൂതികളുണ്ട്. തിന്മ ചെയ്യാൻ സഹജവാസനയുള്ള ശരീരമാണിത്. മാതാപിതാക്കളോട് അപമര്യാദയോടെ പെരുമാറാനുള്ള പൂതി നമ്മുടെ ശരീരത്തിനുണ്ട്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളോടുകൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ശരീരത്തിന് ആഗ്രഹമുണ്ട്. ലോൺ എടുത്തുകൊണ്ട് വീടിന്റെ മോടി കൂട്ടാൻ നമ്മുടെ ശരീരത്തിന് പൂതിയുണ്ട്. വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ, വീട്ടിലൊരു മംഗല്യം നിക്കാഹ് നടക്കുമ്പോൾ, സംഗീത കച്ചേരി നടത്താൻ, ആണും പെണ്ണും കൂടിക്കലർന്ന് കൂത്താടാൻ, മാമാങ്കങ്ങൾ നിർവഹിക്കാൻ ഈ ശരീരത്തിന് പൂതിയുണ്ട്. ഹറാമുകളിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ശരീരത്തിന് ആഗ്രഹമുണ്ട്. കടം വാങ്ങിയാലും തിരിച്ചു
കൊടുക്കാതിരിക്കാനുള്ള പൂതി നമ്മുടെ ശരീരത്തിനുണ്ട്. അയൽവാസികളോട് പിണങ്ങിക്കഴിയാൻ, കുടുംബ ബന്ധം തകർക്കാൻ, ഇങ്ങനെ മുതിർന്നവരെ അനാദരിക്കാൻ, ചെറിയവരോട് ക്രൂരമായി പെരുമാറാൻ ഈ ശരീരത്തിന് പൂതിയുണ്ട്. ആ പൂതികളോടുള്ള ദുരാഗ്രഹങ്ങളോടുള്ള നിരന്തരമായ പോരാട്ടമാണ് എന്റെ ആത്മീയമായ സരണിയുടെ ഏറ്റവും ആദ്യത്തെ കവാടമെന്ന് ജീലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ശരീരത്തിന്റെ പൂതികൾക്കെതിരെയുള്ള പോരാട്ടം. നിസ്കാരം മുടക്കാൻ ഈ ശരീരത്തിന് ആഗ്രഹമുണ്ട്. സുബ്ഹ് ബാങ്ക് വിളിച്ചാലും സൂര്യോദയം വരെ കിടന്നുറങ്ങാൻ ഈ ശരീരത്തിന് ആഗ്രഹമുണ്ട്. ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരുന്ന് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാനോ, ഹറാമ് കാണാനോ, ഹറാമ് കേൾക്കാനോ, ഹറാമ് വായിക്കാനോ ഈ ശരീരത്തിന് ആഗ്രഹമുണ്ട്. വൈകൃതമായ പ്രണയങ്ങളിലൂടെ നിക്കാഹില്ലാതെ തന്നെ ചാറ്റ് ചെയ്യാനും, ലൈംഗിക ചുവയോടുകൂടെ സംസാരിക്കാനും, അന്യ പെണ്ണിന്റെ കൈപിടിച്ചുകൊണ്ട് ക്യാമ്പസിന്റെ അകത്തളത്തിലൂടെ സഞ്ചരിക്കാനും, കേവലമായ വൈകൃതമായ പ്രണയങ്ങളിലൂടെ സഞ്ചരിക്കാനും ഈ ശരീരത്തിന് വല്ലാത്ത പൂതിയുണ്ട്. വിചാരവൃത്തിയിൽ ഏർപ്പെടാൻ, അഭീത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഈ ശരീരത്തിന് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങളോടുള്ള നിരന്തരമായ പോരാട്ടമാണ് എന്റെ ആത്മീയമായ സരണിയുടെ ഏറ്റവും ആദ്യത്തെ കവാടം. ജീലാനി റളിയല്ലാഹു അൻഹു ആയത്തോതി വിശദീകരിച്ചു. രണ്ടാമത്തെ ആയത്ത് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അല്ലാഹുവിൽ തവക്കുലാക്കി ബരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. മൂന്നാമത്തെ ആയത്ത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, സൽ സ്വഭാവത്തോടെയും സൽ പെരുമാറ്റത്തോടെയും സൽ സമീപനത്തോടുകൂടെയുമുള്ള ജീവിത സംവിധാനം. നാലാമത്തെ ആയത്ത് ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി കാണിക്കേണ്ടവരോട്, ശുക്ർ കാണിക്കേണ്ടവരോട്, പ്രതിബദ്ധത പ്രകടിപ്പിക്കേണ്ടവരോട് നന്ദി കാണിച്ചും ശുക്ർ കാണിച്ചും പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുമുള്ള സുന്ദരമായ ജീവിതം. അഞ്ചാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, ക്ഷമിച്ചും സഹിച്ചും ആത്മനിയന്ത്രണം പാലിച്ചുമുള്ള സുന്ദരമായ ജീവിതം. ആറാമത്തേത് റളിയല്ലാഹു അൻഹും വറളൂൻ, അള്ളാന്റെ പൊരുത്തമുണ്ട്, ആ പൊരുത്തത്തെ കേന്ദ്രബിന്ദുവാക്കി ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാന്റെ പൊരുത്തമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യമാണെങ്കിൽ ചെയ്യരുത്. ഏഴാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധതയുടെ സുഗന്ധമുള്ള നാക്കും മഹിതമായ ജീവിതവും, കളവ് തൊടാത്ത നാക്ക്, കളവ് ശീലിക്കാത്ത ജീവിതം. ഇങ്ങനെ മഹാന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷ കാലയളവിലെ മഹിതമായ പ്രബോധനം കൊണ്ട് ഈ ലോകത്തെ പഠിപ്പിച്ചതേതോ ആ പഠനങ്ങൾ എത്രയും സരളമായി ലളിതമായി പ്രയോഗവൽക്കരിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ മഹാന്മാർ. അതുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സ് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഇതുപോലെയുള്ള സദസ്സ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെയും ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയും മദദ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനേ. കടന്നു വരൂ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെയാണ് അവർ കേന്ദ്രബിന്ദുവാക്കിയത്. അതുപോലെ തന്നെ ഒരു ദിവസം ഉമ്മു ഉബൈദ പട്ടണത്തിൽ നിന്ന് മദീന മുനവ്വറയിലെ റൗള ഷരീഫിന് അരികിലേക്ക് കടന്നു വന്നു അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഏതു മഹാന്മാരുടെയും ജീവിതം ധാരാളം പാഠങ്ങളും മെസ്സേജുകളും ഉൾക്കൊള്ളുന്നതാണെന്ന് ഞാൻ കേൾപ്പിച്ചു. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഗുരുനാഥനോടുള്ള വിധേയത്വത്തിന്റെ പാഠം കേട്ടു, ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പാഠം കേട്ടു, കാരുണ്യ പ്രവർത്തനങ്ങളുടെ പാഠങ്ങൾ ശ്രവിച്ചു. അതുപോലെ ആ മഹിതമായ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ അധ്യായമാണ് മദീനയോടുള്ള സ്നേഹം, മദീന മണ്ണിനോടുള്ള സ്നേഹം. കാരണം ഉമ്മു ഉബൈദ പട്ടണത്തിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് കടന്നു വന്നു.
റൗള ഷരീഫിൻ അരികിലേക്ക് കടന്നു വന്നു അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. എന്നിട്ടൊരു പാട്ടുപാടി ഫീ ഹാലത്തിൽ ബുദിറു ഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഖലറത് ഫംദുദ് യമീനക കൈ തഹ്ളാ ബിഹാ ശഫതി ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഖലറത് ഫംദുദ് യമീനക കൈ തഹ്ളാ ബിഹാ ശഫതി. അല്ലയോ പ്രവാചകരേ, കണ്ണിന്റെ കുളിർമയായ ജീവാർപ്പണത്തിന്റെ കേന്ദ്രമായ ആത്മാർപ്പണത്തിന്റെ ബിന്ദുവായ ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരവും ഏതൊരു നേതാവിന്റെ സ്നേഹ സംഗീതം കേൾക്കാനാണോ കൊതിക്കുന്നത്? ആ പ്രവാചകരേ, ഉമ്മു ഉബൈദ പട്ടണത്തിൽ ഞാൻ താമസിക്കുമ്പോഴും എൻ്റെ മനസ്സ് മദീന മണ്ണിലായിരുന്നു, പ്രാന്തപ്രദേശങ്ങളിലായിരുന്നു. എൻ്റെ ശരീരം ഉമ്മു ഉബൈദ പട്ടണത്തിലാണെങ്കിലും എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് എപ്പോഴും മദീനയുടെ മണ്ണിനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിതാ അഹ്മദ് ആ ശരീരത്തോടുകൂടെ ഉമ്മു ഉബൈദ പട്ടണത്തിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് കടന്നു വന്നിരിക്കുന്നു, റൗള ഷരീഫിന്റെ മുന്നിൽ വന്നണഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ കരമൊന്ന് നീട്ടിത്തരൂ പ്രവാചകരെ, ആ കരമൊന്ന് നീട്ടിത്തരൂ പ്രവാചകരെ. എനിക്കൊന്ന് ചുംബിക്കാനാ, എനിക്കൊന്ന് ചുടുചുംബനങ്ങൾ അർപ്പിക്കാനാ. ഒരു മെഹബൂബിന്റെ പിടിവാശിയുടെ മുമ്പിൽ മറ്റൊരു മെഹബൂബ് എങ്ങനെ അനുസരിക്കാതിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ അരികിൽ വന്ന് ആ കരമൊന്ന് നീട്ടിത്തരൂ, ഞാനൊന്ന് ചുംബിക്കട്ടെ, ചുംബിക്കട്ടെ, ചുംബിക്കട്ടെ എന്ന് ആവർത്തിച്ചു പറഞ്ഞു പാടുന്നു. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഖലറത് ഫംദുദ് യമീനക കൈ തഹ്ളാ ബിഹാ ശഫതി. ആ കൈ എനിക്ക് വേണം ചുംബിക്കാനാ, ആ കരം എനിക്ക് നീട്ടിത്തരണം, എനിക്ക് ചുംബിക്കാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കരം നീട്ടിക്കൊടുക്കുന്നു. പിന്നീട് അവിടെ നടന്നത് വൈകാരിക രംഗങ്ങളാണ്, ഭാഷൻ സിറ്റുവേഷനാണ് അവിടെ നടന്നത്. ജനലക്ഷങ്ങൾ ആ വിഷയത്തിന് ദൃക്സാക്ഷികളാണ്. ജീലാനി റളിയല്ലാഹു അൻഹു അവിടത്തെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹുവേ, ആ മദീനയോടുള്ള റൗളയോടുള്ള ആ മണ്ണിനോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ പെരുപ്പിച്ചു തരണേ അല്ലാ. നോക്കൂ നിങ്ങൾ, അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു എന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചൂണ്ടി എത്രമേൽ വലിയ പാഠങ്ങളാണ്, അധ്യായങ്ങളാണ് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. അള്ളാഹുവിന്റെ മഹാന്മാരുടെ ഓരോ അടക്കങ്ങളും മനക്കങ്ങളും ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും 1000 പാഠങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കുന്നതാണ്. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. ആ ജീവിതത്തിലേക്ക് നോക്കി ഇനിയുള്ള ജീവിതം ഗംഭീരമാക്കാൻ, നന്നായി സംവിധാനിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. നിസാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ കാര്യത്തിന് കൊടുത്തൊരു പരിഗണന നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഉമ്മു ഉബൈദ പട്ടണത്തിലൂടെ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളാൽ ആട്ടിയോടിക്കപ്പെടുന്ന കുഷ്ഠരോഗം ബാധിച്ചൊരു പട്ടിയെ കാണുന്നു. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ പട്ടിയെ കൂട്ടി വിജനമായ പ്രദേശത്തേക്ക് നീങ്ങുന്നു. ആ കുഷ്ഠരോഗം ബാധിച്ച പട്ടി
പട്ടിക്ക് വേണ്ടി നല്ല ഒരു ടെന്റ് കെട്ടിക്കൊടുക്കുന്നു. 40 ദിവസമാണ് ആ കുഷ്ഠരോഗം ബാധിച്ച പട്ടിയെ ശുശ്രൂഷിച്ചതും ട്രീറ്റ്മെന്റ് ചെയ്തതും പരിപാലിച്ചതും പരിചരിച്ചതും. 40 ദിവസം അതിനു വേണ്ട വെള്ളം ചൂടാക്കി കൊടുത്തു, ആ വെള്ളം കൊണ്ട് അതിനെ കുളിപ്പിച്ചു, അതിനു വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. 40 ദിവസം കഴിഞ്ഞപ്പോൾ രോഗം പൂർണ്ണമായും മാറിയെന്ന് മനസ്സിലാക്കിയപ്പോൾ എവിടെ നിന്നാണോ നായ ആ പട്ടിയെ കിട്ടിയത്, ആ കിട്ടിയിടത്തേക്ക് തന്നെ പട്ടിയെയും കൂട്ടി ഉമ്മു ഉബൈദ പട്ടണത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ടായിരുന്നു, ആളുകൾക്കൊന്നും വേണ്ടാത്ത കുഷ്ഠരോഗം ബാധിച്ച് ജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പട്ടിയെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഇങ്ങനെ അതിനു വേണ്ടി നേരം കളയേണ്ടതുണ്ടോ? 40 ദിവസമാണ് ആ പട്ടിക്ക് വേണ്ടി നീ സമയം ചെലവഴിച്ചത്. ആ പട്ടിക്ക് വേണ്ടി 40 ദിവസം ആരോഗ്യം, ആയുസ്, സമ്പത്ത്, ഭക്ഷണങ്ങളാണ് നീ ചെലവഴിച്ചത്. പട്ടണത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ച് ചിരിക്കുമ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഖിഫ്തു അൻ യുആഖിദനില്ലാഹു യൗമൽ ഹിസാബ് വയഖൂല അമാ ഇൻദക റഹ്മത്തുൻ ബിഹാദൽ കൽബിൽ മത്റൂദ് അമാ തഖ്ശാ അൻ അബ്തലിയക ബിമാ അബ്തലൈതു ബിഹി ഹാദൽ കൽബൽ മത്റൂദ് ഖിഫ്തു അൻ യുആഖിദനില്ലാഹു യൗമൽ ഹിസാബ്. വിചാരണയുടെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഷ്ഠരോഗം ബാധിച്ച് ജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട പട്ടിയുടെ പേരിൽ മാത്രം ഞാൻ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമോ, പിടികൂടി ശിക്ഷിക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു. വയഖൂല മാ ഇൻദക റഹ്മത്തുൽ ലിഹാദൽ കൽബിൽ മത്റൂദ്. ജനങ്ങളാൽ ആട്ടിയോടിക്കപ്പെടുന്ന ഈ പട്ടിയോട് കാണിക്കാൻ മാത്രമുള്ള കാരുണ്യമൊന്നും നിന്റെ മനസ്സിലില്ലേ? അത്രയൊന്നും വിശാലമായ മനസ്സ് നിനക്കില്ലേ എന്നെന്റെ റബ്ബനോട് ചോദിക്കുന്നത് ഞാൻ പേടിച്ചു. അമാ തഖ്ശാ അൻ അബ്തലിയക ബിമാ അബ്തലൈതു ബിഹി ഹാദൽ കൽബൽ മത്റൂദ്. ഈ രോഗം ബാധിച്ച പട്ടിയെ ഏതൊരു രോഗം കൊണ്ടാണോ ഞാൻ പരീക്ഷിച്ചത്, സമാനമായ കുഷ്ഠരോഗം കൊണ്ട് നിന്നെ ഞാൻ പരീക്ഷിക്കുകയില്ല എന്ന് നിനക്കാരാണ് ധൈര്യം തന്നത്? നിനക്കാരാണ് ധൈര്യം തന്നത്? നിനക്കാരാണ് ധൈര്യം തന്നത് എന്ന് ധാരാളം ചോദ്യങ്ങൾ ജഗന്നിയന്താവായ പ്രപഞ്ചമാകമാനം നിയന്ത്രിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ആ പട്ടിയെ ഞാൻ പരിപാലിച്ചത്. എന്റെ 40 ദിവസം എന്റെ സമ്പാദ്യം, എന്റെ ഭക്ഷണം, എന്റെ ആയുസ്, എന്റെ ശ്വാസോച്ഛ്വാസം ഒരു പട്ടിക്ക് വേണ്ടി ചെലവഴിച്ചത് എന്ന്. അള്ളാഹുവിലുള്ള വിശ്വാസം ആത്മാർത്ഥമാകുമ്പോൾ നിസാരമായ കാര്യങ്ങളാണെങ്കിലും അത് വളരെ പ്രാധാന്യത്തോടുകൂടെ നിർവഹിക്കുന്നതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവെ കുറിച്ചുള്ള ചിന്തയില്ലാതെ, അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാതെ നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? നമ്മുടെ ശരീരം തന്നെ എത്രമാത്രം വലിയ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ നിഅമത്താണ്, റഹ്മത്താണ് നമ്മുടെ ശരീരത്തിൽ മാത്രം ചെയ്തു വച്ചിരിക്കുന്നത്. 65 ലക്ഷം കോടി കോശങ്ങളാൽ, സെല്ലുകളാൽ നിർമ്മിതമാണ് ഈ ശരീരം. 65 ലക്ഷം കോടി കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ ശരീരം. അഥവാ 65 ലക്ഷം കോടി ഇഷ്ടികകൾ അടുക്കി വെച്ചാൽ, ഈ ശരീരം പോലെ അടുക്കി വെച്ചാൽ ഏത് രൂപത്തിലുണ്ടാകുമോ അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളടക്കം. അഥവാ 65 ലക്ഷം കോടി കോശങ്ങളാൽ നിർമ്മിതം. ഓരോ കോശത്തിന്റെ ഉള്ളിലും ന്യൂക്ലിയസ് ഉണ്ട്. ഓരോ ന്യൂക്ലിയസിന്റെ ഉള്ളിലും 46 ക്രോമസോമുകളുണ്ട്. ഓരോ ക്രോമസോമിന്റെ ഉള്ളിലും ജീനുണ്ട്. ഓരോ ജീനിന്റെ ഉള്ളിലും DNA ഉണ്ട്. ഓരോന്നും വലിയ വലിയ സത്യങ്ങളിലേക്ക്, വലിയ വലിയ വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന, വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ്. മനുഷ്യ ശരീരമാവട്ടെ, കോശങ്ങളാവട്ടെ, കോശത്തിന്റെ ന്യൂക്ലിയസ് ആവട്ടെ, ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ക്രോമസോമുകളാവട്ടെ, ജീനാവട്ടെ, DNA ആവട്ടെ, എത്രയോ വലിയ അത്ഭുതങ്ങളാണത്. അനന്തമജ്ഞാതാമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു, നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു, നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു.
ഏതോ ഒരു മൂലയിൽ, ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു മൂലയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നിഅമത്തിന്റെ വിശാലമായ ലോകത്തേക്ക് ഞാനും നിങ്ങളും ഒന്ന് നോക്കാൻ തയ്യാറാവണം. എന്നിട്ട് അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും സർവസ്തവങ്ങളും എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനാണെന്ന് പറയാൻ നമ്മുടെ നിമിഷങ്ങളെ, ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ ചിന്ത വരാൻ വേണ്ടിയാണ് മഹാന്മാരുടെ കൂടെ കൂടുന്നത്. മഹാന്മാരുടെ കൂടെ കൂടിയാൽ അവരുടെ സ്വഭാവം നമ്മിലേക്ക് കൈമാറും. മോശപ്പെട്ട കൂട്ടുകാരനോടൊപ്പം കൂട്ടുകൂടിയാൽ ദുഷിച്ച സ്വഭാവം നമ്മിലേക്ക് സംക്രമിക്കുന്നത് പോലെ വഹദർ മുസ്വാഹബതൽ ലഈമി ഫഇന്നഹു യുഅദി കമാ യുഅദി സഹീഹൽ അജ്റബു. നിസ്കരിക്കാത്തവന്റെ കൂടെ നടന്നാൽ നമ്മളിലും നിസ്കരിക്കാതിരിക്കുക എന്ന സ്വഭാവം വരുന്നത് പോലെ ഗീബത്തും നമീമത്തും പരദൂഷണങ്ങളും ഫസാദും ഫിത്നയും ഉണ്ടാക്കുന്നവന്റെ കൂടെ നടന്നാൽ ആ ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മിലേക്ക് സംക്രമിക്കുന്നത് പോലെ ഹറാമ് ചെയ്യുന്നവന്റെ കൂടെ നടന്നാൽ ആ ഹറാമ് നമ്മിലേക്ക് സംക്രമിക്കുന്നത് പോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാലും കടത്തിണ്ണയിലിരുന്ന് സംസാരം നിർത്താതെ ദുരുദുരാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവന്റെ കൂടെ നമ്മൾ കൂട്ടുകൂടിയാൽ ആ സ്വഭാവം നമ്മിലേക്ക് സംക്രമിക്കുന്നത് പോലെ നന്മയുള്ള ആളുകളോടൊപ്പം കൂട്ടുകൂടിയാൽ, നിസ്കരിക്കുന്നവന്റെ കൂടെ കൂടിയാൽ, ധർമ്മം ചെയ്യുന്നവന്റെ കൂടെ കൂടിയാൽ, യതീമക്കളെ സഹായിക്കുന്നവരുടെ കൂടെ കൂടിയാൽ, ഇൽമിനെ സഹായിക്കുന്നവരുടെ കൂടെ കൂടിയാൽ ആ സൽ സ്വഭാവങ്ങളെല്ലാം നമ്മിലേക്ക് സംക്രമിക്കും. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. കുറഞ്ഞ കാലം മാത്രമാണ് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. നളിനി ദളഗദ ജലം മതി തരളം തദ്വാ ജീവിതം അതിശയ ചബലം വിധി വ്യാധ്യാമിമാനഗ്രസ്തം ലോകം ശോകാദം ചാ സമസ്തം. കുറഞ്ഞ കാലം മാത്രമാണ്. അഥവാ താമരപ്പൂവിന്റെ ഇതളിൽ തൂങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളിയോളം അബലമാണ്, ചബലമാണ്, നൈമിഷികമാണ് ഈ ജീവിതം. താമരപ്പൂവിന്റെ ഇതളിൽ തൂങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളി ഏത് നിമിഷവും മുറ്റി വീഴാനിരിക്കുന്നു. അതുപോലെ ലോകത്തോട് വിട പറയാനിരിക്കുന്ന, ഏത് നിമിഷവും വിട പറയാനിരിക്കുന്ന ശരീരങ്ങളാണിത്. ഒരു മാസം മുമ്പ് കായംകുളം ഭാഗത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്ന സമയം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് 45-ലേറെ വയസ്സുള്ള ഒരു മനുഷ്യൻ ഓടി ട്രെയിനിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നതിനിടയിൽ കാലൊന്ന് സ്ലിപ്പായി ആ റെയിൽ പാളയത്തിലേക്ക് അങ്ങ് വീണുപോയി. ആ ട്രെയിനിന്റെ ചക്രങ്ങൾക്കിടയിൽ കിടന്ന് കാലുകൾ നഷ്ടപ്പെടുന്നു. പെടഞ്ഞു മരിക്കുന്നത് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കെ പെടഞ്ഞു മരിക്കുന്ന രംഗം നോക്കി നിൽക്കേ. ഏതായിരുന്നാലും ഏത് സമയത്താണ് മരണം മാടി വിളിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. പരൻ വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടു നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മീത വരുന്നത് കല്ലാണ്. ഇലയും നൽ തണ്ണീരും ചേർത്തു മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാറിലേ, അടവാക്കും വിടവിനെ വാറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞി കാട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണിയനിക്കാരെന്ന്, ഉലകത്തിൽ തണിയനിക്കാരെന്ന്. ആ മരണം വരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ഖബറിൽ പോയി കിടക്കേണ്ട ശരീരമാണിത്. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബേ അതിൽ കിടക്കേണ്ടതാ.
അസുമാനാ. ഖബറിൽ പോയി കിടക്കേണ്ട ശരീരമാണിത്. ഈ ലോകത്തോട് വിട പറയേണ്ട ശരീരമാണിത്. ആ ചിന്തയൊക്കെ വരുമ്പോഴാണ് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് രക്ഷപ്പെടണം, പാരത്രികാലോകത്ത് രക്ഷപ്പെടണം എന്ന ചിന്ത വരുന്നത്. രക്ഷപ്പെടാനുള്ള വഴി എന്തുണ്ട്? മഹാന്മാരുണ്ട്. ആ മഹാന്മാരിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിനെയും പരിചയപ്പെടാൻ നമുക്ക് കഴിയുന്നു. അതുകൊണ്ടാണല്ലോ ഇ.കെ. മുഹമ്മദ് ദാരിമി നവ്വറല്ലാഹു മർഖദ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അവരുടെ ജീവിതം അവർ മാറ്റിവെച്ചത് എന്തിനു വേണ്ടിയാണ്? മഹാന്മാരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഖാദിരിയ്യ ത്വരീഖത്തിന്റെ വലിയ പ്രതിനിധിയായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. ദാരിമി ഉസ്താദ്. അല്ലാഹുവേ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. തെക്കൻ കേരളക്കാർ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ആ മഹാമനീഷിയുടെ ഖിദ്മയുടെ സുഗന്ധം, ആ മഹാമനീഷിയുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ മധുരം നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് ഈ പ്രദേശവാസികൾ. എത്രയും അല്ലാഹുവേ, അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇ.കെ. മുഹമ്മദ് ദാരിമി ഉസ്താദ് അവരുടെ നാമധേയത്തിലും കൂടിയാണ് ഈ നഗർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ മർഹൂം ചെറിയ ഉസ്താദിന്റെയും നാമധേയത്തിലുമാണ് ഈ നഗർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ റബ്ബേ. അവരുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ അവർക്കൊരു മനോഹരമായ ഗുരുപരമ്പരയുണ്ട്. ഇ.കെ. മുഹമ്മദ് ദാരിമി ഉസ്താദ് അവറുകളെ നമ്മൾ നന്നായി മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം പകർന്നെടുത്ത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ മനോഹരമായ ഗുരുപരമ്പരയുമായി നമുക്കൊരു കണക്ഷൻ വരും. കാരണം ഇ.കെ. ദാരിമി ഉസ്താദിന്റെ ആത്മീയ സരണിയിലെ വളരെ പ്രധാനപ്പെട്ട ഗുരുനാഥനാണ് താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ. അവരുടെ ഗുരുനാഥനാണ് കണ്ണിയത്ത് ഉസ്താദ്. അവരുടേത് സദഖത്തുല്ലാ മുസ്ലിയാർ, അവരുടേത് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടേത് ജാലിലകത്ത് കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാർ, അവരുടേത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടേത് അലി ഹസൻ മഖ്ദൂം, അവരുടേത് വലിബാബ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് മഖ്ദൂം, അവരുടേത് അഹമ്മദ് മഖ്ദൂം രണ്ടാമൻ, അവരുടേത് മമ്മിക്കുട്ടി ഖാദി പൊന്നാനി, അവരുടേത് അലി ഹസൻ മഖ്ദൂം, അവരുടേത് അഹ്മദ് മഖ്ദൂം, അവരുടേത് ഖാജ മഖ്ദൂം, അവരുടേത് നൂറുദ്ദീൻ മഖ്ദൂം, അവരുടേത് അബ്ദുറഹ്മാൻ മഖ്ദൂം, അവരുടേത് ഉസ്മാൻ മഖ്ദൂം, അവരുടേത് അബ്ദുറഹ്മാൻ മഖ്ദൂം, അവരുടേത് ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം, അവരുടേത് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻ, അവരുടേത് സക്കരിയ അൽ അൻസാരി, അവരുടേത് ജലാലുദ്ദീനുൽ മഹല്ലി, അവരുടേത് അബ്ദുറഹീമുൽ ഇറാഖി, അവരുടേത് അലാഉദ്ദീൻ അലി ഇബ്നു ഇബ്രാഹിം, അവരുടേത് യഹ്യ ഇബ്നു ഷറഫ് നവവി, അവരുടേത് ഇമാം റബ്ബലി, അവരുടേത് മുഹമ്മദുൽ ഖസ്വീനി, അവരുടേത് അബ്ദുൽ ഗഫാർ അൽ ഖസ്വീനി, അവരുടേത് അബുൽ ഖാസിം റാഫിഈ, അവരുടേത് ഇമാം നീസാബൂരി, അവരുടേത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, അവരുടേത് ഇമാമുൽ ഹറമൈനി, അവരുടേത് അബൂ മുഹമ്മദ് അൽ ജുബൈനി, അവരുടേത് അബൂബക്കർ ഖഫാൽ മർവസി, അവരുടേത് അബൂ സയ്യിദ് മർവസി, അവരുടേത് അബൂ ഇസ്ഹാഖ് മർവസി, അവരുടേത് അഹ്മദുൽ ബഗ്ദാദി, അവരുടേത് ഇമാമുൽ അൻമാതി, അവരുടേത് റബീഉൽ മുറാദി, അവരുടേത് ഇമാം ഷാഫിഈ, അവരുടേത് മുസ്ലിമുസ് സൻജി, അവരുടേത് അബ്ദുൽ മലിക് ഇബ്നു ജുറൈജ്, അവരുടേത് അതാ ഇബ്നു അബി റബാഹ്, അവരുടേത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടേത് സയ്യിദുനാ വസനദുനാ മുഹമ്മദ് മുഹമ്മദുൻ സീനത്തു ദുനിയാ വ ബഹജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി വല്ലുലമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എത്ര മനോഹരമായ ഗുരുപരമ്പരയാണ്. ആ മനോഹരമായ ഗുരുപരമ്പരയിലൂടെ ഇൽമിന്റെ ആത്മീയതയുടെ മധുരം നുകർന്ന ഇ.കെ. മുഹമ്മദ് ദാരിമി ഉസ്താദ് അടക്കം വലിയ മഹാന്മാർ അല്ലാഹു കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ നന്നായി പഠിക്കാനും അവരുടെ ജീവിതം നന്നായി കൈകാര്യം ചെയ്യാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുത്താൽ ആ സദസ്സിന്റെ ഏറ്റവും വലിയ റിസൾട്ട് പ്രകടമാകുന്നത് എവിടെയാണ്? മരിക്കാൻ കിടക്കുമ്പോൾ.
ലോകത്തോട് വിട പറയാൻ വേണ്ടി കിടക്കുന്ന സമയത്താണ് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ റിസൾട്ട് പ്രകടമാകുന്നത്. കാരണം ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ശ്രദ്ധേയമാണ്. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം ഗോടമ്പുഴ ബാബ ഉസ്താദ് 130ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ഒരു ഗ്രന്ഥം അൽ ഫുഖ്വത്തിൻ വഖിസ എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്, മാ മിൻ മയ്യിത്തിൻ ഇല്ലാ വതഅറദ അലൈഹി അഹ്ലു മജാലിസിഹി ഫൈൻ കാനൂ മിൻ അഹ്ലി ലഹ്വിൻ ഫഅഹ്ലു ലഹ്വ് വൈൻ കാനൂ മിൻ അഹ്ലി ദിക്രിൻ ഫഅഹ്ലു ദിക്ർ. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ വരിയാണത്. മാ മിൻ മയ്യിത്തിൻ ഇല്ലാ വതഅറദ അലൈഹി അഹ്ലു മജാലിസിഹി ഫൈൻ കാനൂ മിൻ അഹ്ലി ദിക്രിൻ ഫഅഹ്ലു ദിക്ർ വൈൻ കാനൂ മിൻ അഹ്ലി ലഹ്വിൻ ഫഅഹ്ലു ലഹ്വ്. ഏതൊരാൾ ലോകത്തോട് വിട പറയാനിരിക്കുമ്പോഴും ആരോടൊപ്പമാണോ സമയം ചെലവഴിച്ചത്, ആർക്ക് വേണ്ടിയാണോ സമയം ചെലവഴിച്ചത്, ആരെയാണോ കൂടുതൽ കേട്ടത്, അവരെ കണ്ടുകൊണ്ട് മരിക്കാൻ, അവരുടെ സാന്നിധ്യത്തിലായി മരിക്കാൻ കഴിയും. ദിക്റിന്റെയും നന്മയുടെയും സുഹൃതത്തിന്റെയും കാരുണ്യ പ്രവർത്തനത്തിന്റെയും മദ്ഹിന്റെയും സനാഇന്റെയും ഇബാദത്തിന്റെയും ദിക്റിന്റെയും തസ്ബീഹിന്റെയും തക്ബീറിന്റെയും തഹ്ലീലിന്റെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും ആളുകളോടൊപ്പമാണ്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചതെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലായി അവരെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയും. നേരെ മറിച്ച് കളിയുടെ വിനോദത്തിന്റെ അലക്ഷ്യമായ ജീവിതത്തിന്റെ തിന്മകളുടെ അവിഹിത ബന്ധങ്ങളുടെ വ്യഭിചാരത്തിന്റെ ചാറ്റിങ്ങിന്റെ കേവലമായ ജീവിതത്തിന്റെ ഉടമകൾക്ക് വേണ്ടിയാണ് ആരോഗ്യത്തെ ആയുസ്സിനെ സമയത്തെ നമ്മുടെ വേദികളെ നമ്മുടെ ആരോഗ്യങ്ങളെ നമ്മൾ ചെലവഴിച്ചതെങ്കിൽ ആ ആളുകളെ കണ്ടുകൊണ്ടായിരിക്കും ലോകത്തോട് വിട പറയുക. അല്ലാഹുവേ, നന്മയുടെ മുഖങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിലായി മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇത് പറയുമ്പോൾ ഈ മാസം ജുമാദൽ ഊല 10 അന്ന് വിട പറഞ്ഞ ഈ വിനീതന്റെ കരളിന്റെ കഷ്ണമായ പൊന്നുപ്പയെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഓരോ അറബി മാസം 17 അന്നും ബാഹസനിയ ദിക്ർ സംഘടിപ്പിക്കും. ഒരു കൂട്ടം മുത്തല്ലിമീങ്ങളെ വിളിക്കും, അവർക്ക് വേണ്ടി ഭക്ഷണം നൽകും. അങ്ങനെ മുത്തല്ലിമീങ്ങളോട് നല്ല അടുപ്പം സ്ഥാപിച്ചതുകൊണ്ട് ബാപ്പാന്റെ റൂഹ് പിരിയുന്ന സമയത്ത് ഒരു ജുമാദൽ ഊല 10 തിങ്കളാഴ്ച രാവിന്റെ അന്ന് ബാപ്പാന്റെ റൂഹ് പിരിയുമ്പോൾ, ബാപ്പാന്റെ റൂഹ് പിരിയുന്ന സമയത്ത് ധാരാളം മുത്തല്ലിമീങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടായിരുന്നു, ധാരാളം മുത്തല്ലിമീങ്ങൾ ബുർദ ചൊല്ലുന്നുണ്ടായിരുന്നു, ഒത്തിരി മുത്തല്ലിമീങ്ങൾ യാസീൻ ഓതുന്നുണ്ടായിരുന്നു. ഏത് മുത്തല്ലിമീങ്ങളെയാണോ സ്നേഹിച്ചത്, ഏതൊരു ഇൽമിന്റെ അഹ്ലുകാരെയാണോ സ്നേഹിച്ചത്, ആ ഇൽമിന്റെ അഹ്ലുകാർ മുത്തല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിലായി അവരെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ സുഖം പ്രദാനം ചെയ്യട്ടെ. ജമലുല്ലൈൽ ഖബീലയിലെ 35ാമത്തെ പേരക്കുട്ടിയാണ് ഈ വിനീതന്റെ അഭിവന്ദ്യ പിതാവ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അലിയുൽ ഉറൈളി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ഈസൻ നഖീബ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ മുഹാജിർ റളിയല്ലാഹു അൻഹു, ഉബൈദുല്ലാഹി റളിയല്ലാഹു അൻഹു, അലവിയുൽ മുബ്തഖിർ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അലവി റളിയല്ലാഹു അൻഹു, അലിയുൽ ഖാലിയുൽ ഖാസിം റളിയല്ലാഹു അൻഹു, സാഹിബുൽ മിർബാത്ത് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹസൻ തുറാബി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് അസദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഹസനുൽ മുഅല്ലം റളിയല്ലാഹു അൻഹു, മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അലവി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അസ്സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുൽ ലൈലി നവ്വറല്ലാഹു മർഖദാ, അസ്സയ്യിദ് അഷ്ശൈഖ് അലി ബാഹസൻ ജമലുൽ ലൈലി നവ്വറല്ലാഹു മർഖദാ, അസ്സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുൽ ലൈലി നവ്വറല്ലാഹു മർഖദാ, അസ്സയ്യിദ് ശൈഖ് ബാഹസൻ ജമലുൽ ലൈലി നവ്വറല്ലാഹു മർഖദാ, അസ്സയ്യിദ് മുഹമ്മദ് കോയ ബാഹസൻ ജമലുൽ ലൈലി നവ്വറല്ലാഹു മർഖദാ, അസ്സയ്യിദ് അലി ഹസൻ ബാഹസൻ ജമലുൽ ലൈലി നവ്വറല്ലാഹു മർഖദാ. പിന്നെ 35ാമത്തെ പേരക്കുട്ടി ഈ വിനീതന്റെ അഭിവന്ദ്യ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയ സഖാഫി ബാഖവി. അല്ലാഹു തആല ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ.